ദാള് നോക്കൂ, ഇത് മുങ്കി ദാൾ, അതായത് ചെറുപയർ പരിപ്പോണ്ടാണ് ഞാൻ ദാൾ ഉണ്ടാക്കിയത്. വളരെ ആവശ്യം. നോർത്തില് എല്ലാവർക്കും ദാള് മസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ ദാളില്ലാതെ എന്ത് കറികളുണ്ടെങ്കിലും ദാളില്ലാതെ അവർ കഴിക്കില്ല. അതൊരു മസ്റ്റാണ്. അതെന്താ വെച്ചാൽ അതാണ് അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. ദാൾ ഉണ്ടാക്കാനുള്ള പടി എന്താ ചെയ്യേണ്ടത്? ഇതാ ദാള് ഉണ്ടാക്കാൻ കേട്ടോ. മൂങ്കി ദാള്, ചെറുപയർ പരിപ്പാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്ത് ചെയ്യണം വെച്ചെങ്കിൽ നമ്മൾ കുക്കർ എടുത്തു. കുക്കറിൽ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അതാണ് കുക്കർ എടുത്തു. കുക്കർ അടുപ്പിൽ വെച്ചു. ഒരു തുള്ളി നെയ്യ് ഒഴിക്കും. ദാൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യ് യൂസ് ചെയ്യണം. അല്ലാതെ എണ്ണ വെളിച്ചെണ്ണ അതൊന്നും യൂസ് ചെയ്യരുത്. എപ്പോഴും നെയ്യ് ഉപയോഗിക്കണം ദാളിന്. അപ്പോൾ ദാളിന് ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ചു. അതിൽ ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടു കേട്ടോ. എല്ലാം ഇട്ടു ഞാൻ. അത് എളുപ്പത്തിന് വേണ്ടി ചെയ്യണത്. ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ടു. വഴറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ ആ തക്കാളി കൂടി ഇട്ട് വഴറ്റുക. കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചുകൊണ്ട് അത് ഇട്ട് വഴറ്റിക്കോളൂ. ഇനി അതിൽ അത് വഴറ്റി ഇനി അതിൽ ഇടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസാലകൾ നോക്കൂ. ഗരം മസാല വേണം, മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, എല്ലാ പൊടികളും വേണം. അപ്പോൾ അത് ഇടാം. ഇത് ഇളക്കി കഴിഞ്ഞ് തക്കാളിയുടെ പച്ചച്ചോയ മാറിയ ഈ മസാലകളൊക്കെ അതിലിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി. ദാളിൽ അധികം മസാലയൊന്നും ഇടരുത്. കുറച്ചിടാവും മസാലകൾ. ഇത്തിരി ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പോലും വേണ്ട, അത്ര കുറവ് ഗരം മസാല. എന്നിട്ട് നല്ലോണം ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റുക. എന്നിട്ട് അതിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ദാളിടുക. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ദാളിടുക. വെള്ളം ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം ചേർത്തോളൂ, കുഴപ്പമില്ല. കൂടുതൽ വെള്ളം ചേർക്കണ്ട. കുക്കറിലാണ് വെക്കണേ. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യണതാണ്. ഈസി ആയിട്ട് ദാള് കലാവാൻ വേണ്ടി ചെയ്യണതാണ്. അല്ലെങ്കിൽ ദാള് വേവിച്ചെടുത്ത് ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ച് അതിലിടാം. നല്ലോണം പരിപ്പ് ഇളക്കി കൊടുക്കുക കേട്ടോ. പരിപ്പിൽ പാകത്തിന് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കണം. ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെക്കണം കേട്ടോ. കുക്കർ അടച്ച് വെക്കൂ. അത് കഴിഞ്ഞ് വെയിറ്റ് ഇടാറായിട്ടില്ല. അത് ഇത് വേവട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെയിറ്റ് ഇടാറായിട്ടില്ല. ആ കുക്കറിൻ്റെ വെയിറ്റ് ഇടാം. ആവി വന്നിട്ട് വെയിറ്റ് ഇടാം കേട്ടോ. സ്റ്റീം വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഇടുക. ഇത് കഴിഞ്ഞാൽ വെന്തു. ഇതിപ്പോൾ പരിപ്പ് വെന്ത് ഇത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് രസമുണ്ട്. അപ്പോൾ ദാള് തയ്യാറായി. ദാളിൻ്റെ മുകളിൽ നോക്കൂ, ഞാൻ മല്ലിയുടെ ഇല തരുന്നുണ്ട് കേട്ടോ. മല്ലിയുടെ ഇല എത്രയുണ്ട് കിട്ടുള്ളൂ കേട്ടോ. അത് വളരെ നല്ലതാണ്. ഇപ്പം ഇത് ദാള് വളരെ ന്യൂട്രീഷ്യസ് ആണ് ശരീരത്തിന്. അത് മാത്രമല്ല ഡെയിലി ദാള് കഴിക്കും വേണം. നോർത്ത് ഇന്ത്യൻസിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ് ഞാൻ പറഞ്ഞു. അത് കാരണം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ ദാളുണ്ടാക്കും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ടിഫിൻ കൊടുത്തയക്കുമ്പോൾ ഈ ദാളുണ്ടാക്കി കൊടുത്തയച്ച് നോക്കുമ്പോൾ വലിയ ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെ ഞാനൊരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം. അതും കൂടി പിള്ളേർക്ക് കൊടുത്തയച്ച് നോക്കും. സബ്ജിയും കൂടി എല്ലാവരും കഴിക്കും. ലഞ്ച് ബോക്സ് എംറ്റി ആയിട്ട് കൊണ്ടുവരാണ് കേട്ടോ. ലഞ്ച് ബോക്സിൽ ഒന്നും ബാക്കിയില്ല. മറ്റു പിള്ളേർ കഴിക്കാതെ അവിടെ ബാക്കി കൊണ്ടിരിക്കും. ഇതൊന്ന് ഉണ്ടാവുമ്പോൾ തീർച്ചയായും 100% ഷുവറാണ്. ഇതൊന്ന് ട്രൈ ചെയ്യണം. ഈ ദാളൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. വളരെ സ്വാദുള്ള ദാളാണ്.